നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു 100 ക്വസ്റ്റ്യൻസ് ആവർത്തന ചോദ്യങ്ങൾ ചെയ്യാം, പഠിക്കാം. 2024 ചോദിച്ചിട്ടുള്ള 10th ലെവൽ 12th ലെവൽ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. ഉത്തരങ്ങളും കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മൾ ചോദ്യങ്ങളും നോക്കി വരിക. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS എക്സാം, LDC എക്സാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ നമുക്ക് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് പഠിക്കാം. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കാം. ആവർത്തന ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കാം ഒരു സാധ്യത അതാണ്. മറ്റൊന്ന് പറഞ്ഞാൽ ആ ഏരിയ, ആ ഭാഗം, ആ കണ്ടൻറ്റ് വരുന്ന ഭാഗം നമുക്കൊന്നുകൂടി പഠിക്കാം. നമുക്കറിയാത്ത ഭാഗമാണെങ്കിൽ പഠിക്കാം. ചുറ്റുമുള്ള ഭാഗങ്ങൾ കൂടി പഠിക്കാൻ സഹായിക്കാം. റാങ്ക് ഫയൽ വലിച്ചു വാരി പഠിക്കേണ്ടതിന് പകരം ആവർത്തന ചോദ്യങ്ങൾ പരിചയപ്പെട്ട് അവയുള്ള ഭാഗം കണ്ടെത്തി വീണ്ടും പഠിച്ചു തുടങ്ങാം. നമുക്കങ്ങനെ റാങ്കിലേക്ക് എത്താം, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉള്ള സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻസോളം നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ആസാം. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ആസാം സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 4 ഉപഗ്രഹം. നെക്സ്റ്റ് വൺ, ഒഡീഷയിലെ കൊറാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഒഡീഷയിലെ കൊറാപുട്ട് ജില്ലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ടെൽ നദി ഏതു നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ എ, മഹാനദി. ഒഡീഷയിലെ കൊറാപുട്ട് ജില്ലയിൽ ഉത്ഭവിക്കുന്ന ടെൽ നദി മഹാനദിയുടെ പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ബാർലി പയറുവർഗം. റാബി വിള ബാർലി പയറുവർഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പശ്ചിമഘട്ടം. തീബായ് മുഖ് ഡാം ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനു കാരണമാണ്? തീബായ് മുഖ് ഡാം ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനു കാരണമാണ്? ആൻസർ ഓപ്ഷൻ എ, ഇന്ത്യ ബംഗ്ലാദേശ്. തീബായ് മുഖ് ഡാം ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനു കാരണമാണ്? ഇന്ത്യ ബംഗ്ലാദേശ്. നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇവിടെ ശക്തികാന്ത് ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ഇവിടെ നമുക്ക് ശക്തികാന്ത് ദാസ്. ഇപ്പോഴത്തെ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ, സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ് നബാർഡുമായി. ബി, ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്.
കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതീയ ദേശീയ ബാങ്കാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതീയ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഉജ്ജീവനം പദ്ധതി. ഉജ്ജീവനം പദ്ധതി. 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചിട്ട് കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? ഉജ്ജീവനം പദ്ധതി എന്ന് പറയുന്നത്. ഉജ്ജീവനം പദ്ധതി. കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. നെക്സ്റ്റ് വൺ, ചോദ്യങ്ങളിലേക്ക് വേഗം പോവാം. ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, പി സി മഹലനോബിസ്. പി സി മഹലനോബിസ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ എ, 109. ധനബില്ലിനെ കുറിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം? ആൻസർ 109. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉം. മായം ചേർക്കൽ, തൊഴിൽ എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. വോട്ടർ പട്ടിക തയ്യാറാക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്താണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. നെക്സ്റ്റ് വൺ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് ആരാണ്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പി കെ തുങ്കൻ കമ്മിറ്റി. പി കെ തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതികൾക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? ഹൈക്കോടതികൾക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം 3ഉം ഉണ്ട്. അതായത് ഹേബിയസ് കോർപ്പസ്, കോവാറന്റോ, സോർഷ്യോട്ടറി. ഹേബിയസ് കോർപ്പസ്, കോവാറന്റോ, സോർഷ്യോട്ടറി എന്നിവയെല്ലാം ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവുകളാണ്, റിട്ടുകളാണ്, ഉത്തരവുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 2ഉം 4ഉം. രണ്ടാമത്തതും നാലാമത്തതും. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുകൊടുക്കുക, പരിസ്ഥിതി സംരക്ഷണം. ഇത് രണ്ടുമാണ് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം, ഇതൊക്കെയാണിത് നിർദ്ദേശ തത്വങ്ങൾ. നെക്സ്റ്റ് വൺ, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി,
44-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ്. ആൻസർ ഓപ്ഷൻ എ 2019 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് 5. നെക്സ്റ്റ് വൺ. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? 14-ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2022 2027. ആൻസർ ഓപ്ഷൻ ബി 2022 2027 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അല്ലാത്തത് 4-ാമത്തത് മാത്രമാണ്. കുടുംബശ്രീയാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. ആൻസർ ഓപ്ഷൻ ഡി. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 243 ആയി 243 വൈയുമാണ്. 243 കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദമാണ്. 243 ആയി 243 വൈയും. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധന എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 22 രൂപയാണ്. 22 രൂപ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചത്? R21 മാട്രിക്സ് എം വാക്സിൻ മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മലേറിയ. R21 മാട്രിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ഓപ്ഷൻ കണ്ടെത്തുക. ആൻസർ ഇവിടെ ഓപ്ഷൻ സി വാദം ശരിയാണ്, കാരണം തെറ്റാണ്. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. ഹൃദയമിടിപ്പ് നിൽക്കുമ്പോൾ അത് ഹൃദയസ്തംഭനമെന്ന് അറിയപ്പെടുന്നു. ഒക്കെയാണിത്. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 2, 4, 5 ശരിയാണ്. ബെറിബറിയെ സംബന്ധിച്ച് ശരിയാണ്. B2 വിറ്റാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. ആണോ? B2 വിറ്റാമിൻ്റെ അഭാവം ഉണ്ടാകുന്ന രോഗമാണ്. B2 അല്ലല്ലോ, B1. ഓക്കെ. 2, 4, 5 അല്ലേ? തയാമിൻ്റെ അഭാവമുള്ള അസുഖമാണെന്ത്? ബെറിബറി. ദെൻ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി കണ്ടുവരുന്നു. പിന്നെ ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ബെറിബറി ലക്ഷണങ്ങളാണ് ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയും ലക്ഷണങ്ങളാണ്. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ സി UAE. ടി ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി -40 ഡിഗ്രി. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്.
പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ആവൃത്തി. ഓപ്ഷൻ എ ആവൃത്തി. നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ആൻസർ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എയും സിയും. ഓക്സിജനും സൾഫറിൻ്റെയും സാന്നിധ്യം. ചന്ദ്രയാൻ 3 റോവർ ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്വീകരിച്ചു. അക്വാറീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? അക്വാറീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? HCl HNO3. ആൻസർ ഓപ്ഷൻ സി, HCl HNO3. നെക്സ്റ്റ് വൺ, വാഷിംഗ് സോഡയുടെ സൂത്രവാക്യം. വാഷിംഗ് സോഡയുടെ സൂത്രവാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, Na2CO3 10H2O. Na2CO3 10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ അലൂമിനിയം. അലൂമിനിയം സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലോഹമാണ് അലൂമിനിയം. നെക്സ്റ്റ് വൺ, ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. നെക്സ്റ്റ് വൺ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ആൻസർ വംഗായി മാതായി. വംഗായി മാതായി എന്നും പറയാറുണ്ട്. വംഗായി എന്നും പറയാറുണ്ട്. വംഗരി മാതായി, വംഗായി മാതായി എന്നും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ആൻസർ ഓപ്ഷൻ ഡി, A.J. ക്രോണിക്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ആൻസർ ഓപ്ഷൻ ഡി, കാസർഗോഡ്. കാസർഗോഡ്. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ. എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പി കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ദി കവനന്റ് ഓഫ് വാട്ടർ. ദ കവനന്റ് ഓഫ് വാട്ടർ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, എബ്രഹാം വർഗീസ്. എബ്രഹാം വർഗീസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, താന്തിയ തോപ്പി. നെക്സ്റ്റ് വൺ, പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാണ്? പട്ടണം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജനീവ. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമം എഴുതുക. ആൻസർ ഓപ്ഷൻ എ, 3, 2, 1, 4 അല്ലേ? 3, 2, 1, 4. ഇത് 17-ലാണ്, ഇത് 18-ലാണ്, ഇത് 22-ലാണ്. 1900 സംതിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ, 2023 180-ാം ജന്മവാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകൻ. ആൻസർ ഓപ്ഷൻ ബി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് വൺ, ഭൂവൽക്കത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉമാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം.
സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. 2 പോയിൻറ്റ്സ്. അടുത്തത്, തിരമാലകൾ എന്നാൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ടാമത്തതാണ് ശരി. തിരമാലകൾ എന്നാൽ സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് തെറ്റായ സൂചന, ഒന്നാമത്തത്. ഓക്കെ. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ്. ആൻസർ ഓപ്ഷൻ ബി 2, 1ഉം 2ഉം. ഓക്കെ. ഓപ്ഷൻ ബി 1ഉം 2ഉം. പുഗ താഴ്വരയും മണിക്കരണം ഭൗമ താപോർജ കേന്ദ്രം. പുഗ താഴ്വര ആൻഡ് മണിക്കരൺ. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. ആൻസർ ഓപ്ഷൻ സി മിഷോങ്. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറംപണി കരാർ. ഓക്കെ. GST നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ജൂലൈ 2017. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇവ ഒന്നും അല്ല. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ന്യൂ എക്കണോമിക് പോളിസി 1991. ആൻസർ ഓപ്ഷൻ സി ആണ് യോജിക്കാത്ത പ്രസ്താവന. നെക്സ്റ്റ് വൺ, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. നയരൂപീകരണവും പദ്ധതിയുടെ ചട്ടക്കൂട് രൂപപ്പെടുത്തുക, സഹകരണ ഫെഡറലിസം. ഓക്കെ. പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 28 ഓഗസ്റ്റ് 2014. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. തെറ്റായവ കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. നെക്സ്റ്റ് വൺ, സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം 248. അനുച്ഛേദം 248. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായത് മാത്രം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരികളാണ്. ഓക്കെ. നെക്സ്റ്റ്, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ആൻസർ ഓപ്ഷൻ സി കൺകറൻറ്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 3, 4ഉം ശരിയാണ്. ഓക്കെ. 3 73ാമത് പഞ്ചായത്ത് രാജ്, 74 നഗരപാലിക ബിൽ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 358. നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണി. നെക്സ്റ്റ് വൺ, തെറ്റായ പ്രസ്താവന ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഫെബ്രുവരി 19. പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി 19. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ 2008 28-ാം നമ്പർ ആക്ട്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഹൈക്കോടതിക്കാണ് അധികാരം. ആൻസർ ഓപ്ഷൻ ബി ഹൈക്കോടതി. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ എ ഡോപ്പമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി സിറോഫ്താൽമിയ. തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏതാണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം തെറ്റായതാണ്. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തൈമിൻ. നെക്സ്റ്റ് വൺ, ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ചെറുതന. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡ്രൂ വെയ്സ്മാൻ. നെക്സ്റ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി റേഡിയോ തരംഗം. നെക്സ്റ്റ് വൺ, ഓക്കെ, മനുഷ്യ രക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 7.4 7.4. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നിക്കൽ. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ബി ബോയിൽ നിയമം. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസ സംയോഗ ശക്തി ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ഹീലിയം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ സി, ഇതാണ് കൂടിയാട്ടം. ഒളിമ്പിക്സിൻ്റെ ആദ്യ ടീം മത്സര ഇനം ഏതാണ്? ഒളിമ്പിക്സിലെ ആദ്യത്തെ ടീം മത്സര ഇനം ഫുട്ബോൾ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? കുമാരനാശാൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിനു പെറ്റമ്മൻ ഭാഷ താൻ. ആരുടെ വാക്കുകളാണിത്? ആൻസർ വള്ളത്തോൾ. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? ആൻസർ H9N2.
മാത്സ്. ക്വസ്റ്റ്യൻസ് ശരിയായ പ്രയോഗം ഏതാ? മലയാളത്തിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടെ ആടിക്കോട്ടെ. ഓക്കെ, ശരിയായ പ്രയോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അല്ലേ, ബി ആണ്. അതായത് 1ഉം 3ഉം ശരിയാണെന്ന് പറയുമ്പോൾ 10 തെങ്ങ് ശരിയാണ്, 100 പുസ്തകം ശരിയാണ് അല്ലേ. 10 തെങ്ങുകൾ തെറ്റാണ്, 100 പുസ്തകങ്ങൾ തെറ്റാണ്. അപ്പോൾ 10 തെങ്ങെന്ന് പറഞ്ഞാൽ മതി, 100 പുസ്തകമൊന്നും പറഞ്ഞു. 100 പുസ്തകങ്ങൾ നമ്മൾ ശരിയായ പലപ്പോഴും ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. 100 പുസ്തകങ്ങൾ അങ്ങനെ പറയണ്ട, 100 പുസ്തകം, 10 തെങ്ങ് വേണം, 100 പുസ്തകം വേണം എന്ന് പറഞ്ഞാൽ മതി. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? ആൻസർ നേത്രി. നേത്രി എന്നാണ് നേതാവിൻ്റെ അല്ലേ, നേത്രി എന്നാണ് നേതാവിൻ്റെ. മിന്നാമിനുങ് എന്ന പദത്തിൻ്റെ പര്യായം ഏതാണ്? മിന്നാമിനുങ്ങിൻ്റെ പര്യായം, മിന്നാമിനുങ്ങിൻ്റെ പര്യായം ഏതാണ്? ആൻസർ വരുന്നത് 3ഉം 4ഉം ശരിയാണ്. തൈജസ കീടം, അതുപോലെ ഖദ്യോഗം. തൈജസ കീടം, ഖദ്യോഗം. തൈജസ കീടം, തൈജസ കീടം, അതുപോലെ ഖദ്യോഗം എന്നതും ഇതാണ്. ഭടൻ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലേ, ഭടൻ, കളിയാക്കി പറയാറുണ്ട് ഭടൻ. ആൻസർ എന്താണ്? 1 മാത്രം, വഞ്ചകനാണ്. ഭടൻ എന്ന് പറഞ്ഞാൽ വഞ്ചകൻ അല്ലേ. ഭടൻ, മറ്റേ ഭടൻ ഉണ്ടല്ലോ, വേറൊരു ഭടൻ, യോദ്ധാവ് അല്ലേ. ഇത് ഭടൻ, വഞ്ചകനാണ്. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. അർത്ഥം, വിത്തം. അർത്ഥം ധനം, വിത്തം ധനം അല്ലേ. അർത്ഥം ധനം, വിത്തം ധനം. ശരിയായ വാക്കുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 2ഉം 4ഉം ശരിയാണെന്ന് പറയുന്നു. 2ഉം 4, അതായത് രക്ഷാകർത്താവും ഹാർദവുമാണ് ശരി. രക്ഷകർത്താവല്ല അല്ലേ, ഉണ്ടോ? ഞാൻ ധരിച്ചിരുന്നത് മറ്റേയാണ് കേട്ടോ, രക്ഷാകർത്താവ്. ഓക്കെ, രക്ഷാകർത്താവ് ഹാർദവമായി, അത് ശരിയാ. ഹാർദവമായി നമുക്ക് തെറ്റാറില്ല. രക്ഷാകർത്താവ് എന്ന് പറയാറൊന്നും പറയില്ല, രക്ഷകർത്താവ് എന്നല്ലേ പറയുള്ളൂ അല്ലേ. നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ ആലോചിക്കും. പക്ഷെങ്കിൽ മാർക്ക് പോകുന്ന ഇങ്ങനെയാണ്, രക്ഷാകർത്താവ്. അത് നോക്കി വെക്കുക, രക്ഷാകർത്താവ്. ഓക്കെ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുക രക്ഷകർത്താവ്. ക്ഷാ നമ്മൾ ആലോചിക്കുമോ? ഒരിക്കലും ആലോചിക്കും. പക്ഷെ ഇനിയിപ്പോൾ ആലോചിച്ചു, രക്ഷാകർത്താവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ശരി. ഹാർദവും ഒക്കെയാണ്, ഹാർദവും ശരിയാണ്. നമുക്ക് എഴുതുമ്പോൾ ഹാർദവുമായി സ്വീകരിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ. അടുത്തത് ഫാഷൻ മോങ്കർ, തർജിമ എന്താണ്? ഫാഷൻ മോങ്കർ. ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. ഒന്നാമത്തെ അഴകിയ രാവണൻ, ഫാഷൻ മോങ്കർ, അഴകിയ രാവണൻ. കഥയുടെ പ്രധാന അംശം ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 2 മാത്രം. അതായത് കഥാസാരം, കഥയുടെ അംശം ഒറ്റപ്പദം, കഥാസാരം. 79 പിൽക്കാലം. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അകത്തും കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 4 മാത്രമാണ് ശരി. ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഉത്തർപ്രദേശ് അല്ലേ. എൻ്റെ ഇവിടെ അതിൻ്റെ 3 ഓർത്തോണം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ബോർഡിലോൺ. ഈ 3 എനിക്കൊരു പ്രശ്നമേ അല്ല കേട്ടോ, ഞാൻ 1 വരെ എടുക്കാറുണ്ട്. ഓക്കെ, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ബോർഡിലോൺ. നെക്സ്റ്റ് വൺ, വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏതാണ്? ആൻസർ ആഞ്ഞിലി. ആഞ്ഞിലി നമ്മുടെയാണ്.
ഭീമൻ പാണ്ട, ജയന്റ് പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന? ആൻസർ ഓപ്ഷൻ എ WWF, ഭീമൻ പാണ്ട. WWF, ഭീമൻ പാണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ സി ഭോപ്പാൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, ഭോപ്പാൽ. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഡോൾഫിൻ. ഡോൾഫിൻ. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം, കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏതാണ്? ആൻസർ വയനാട്. കടുവാ സങ്കേതങ്ങളില്ല. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചെങ്കുറിഞ്ഞി. ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ ബി 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ചൂലന്നൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? ആൻസർ കാസർഗോഡ്. കാസർഗോഡൊന്നുമില്ല. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഓപ്ഷൻ ഡി ചെന്നൈ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മുഖ്യമന്ത്രി. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരം ആകുന്നു? ആൻസർ ഓപ്ഷൻ എ കേരള ഫോറസ്റ്റ് ആക്ട് 1961. കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTFP? NTFP എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ തടി ഇതര ഉൽപ്പന്നങ്ങൾ. തടിയല്ലാത്ത വനോൽപ്പന്നങ്ങൾ. തടിയല്ലാത്ത വനത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ 1992. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പവർവാഷ് നിയമത്തിന് കീഴിൽ ലഭ്യമായതിനും അപ്പുറമുള്ള കമ്പ്യൂട്ടർ കോഴ്സ് ഡോക്യുമെൻറ്റുകൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമം ഏതാണ്? 1990. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. സെക്ഷൻ 65 ആണ്. നെക്സ്റ്റ് വരുന്നത്, ജോയിൻ്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ 66. സെക്ഷൻ 66 ആണ്. സെക്ഷൻ 66. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. 100 ക്വസ്റ്റ്യൻസിനപ്പുറം നമുക്കുണ്ട് ഇവിടെ. ഓക്കെ, എല്ലാവരും എല്ലാം കാണുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് 2 എൻ്റെ ബാറ്ററി ചാർജ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.